റോബോട്ടിക് സർജറി എന്താണ്? റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് സർജൻ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറ ഉള്ളിലേക്ക് കയറ്റുന്നത് റോബോട്ടിൻ്റെ ഹാൻഡിലൂടെയാണ് നമ്മൾ ആ ക്യാമറ ഇൻസേർട്ട് ചെയ്യുന്നത്. റോബോട്ടിൻ്റെ ഹാൻഡുകളാണ് ഈ പറയുന്ന കീ ഹോൾ വഴി ഉള്ളിലേക്ക് പോകുന്നത്. ശരി. പക്ഷേ അത് ഉള്ളിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. സർജൻ, നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ സർജൻസ് കൺസോൾ എന്ന് പറയും, അവിടെ വെച്ചിട്ട് ഇതിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഇത് അനങ്ങില്ല. നമ്മൾ ആ കൺസോളിൽ ഇരുന്ന് നമ്മളത് കാണുന്നുണ്ട് എന്ന് അതിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അനക്കാൻ തന്നെ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സേഫ്റ്റി. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മളിപ്പം ഞാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് പെട്ടെന്ന് അനങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടേക്ക് പോവില്ല. അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് ഈ സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യും. അത് അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്യും. അത്രയും അപ്ഡേറ്റഡ് ആണ്. നമ്മളുടെ എറർ പോലും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റോബോട്ടിക് സർജറിയിൽ ഇരിക്കുന്നത്. പക്ഷേ റോബോട്ട് സ്വന്തമായിട്ട് ഒരു സെൻറ്റിമീറ്റർ ഒരു മില്ലിമീറ്റർ പോലും അനങ്ങില്ല നമ്മൾ അനക്കാണ്ട്. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ റോബോട്ടാണെന്ന് കരുതും. അതെ, അതാണ് നമ്മളെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അത് മാറിപ്പോയി കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് മെയ് മാസം മുതലാണ് റോബോട്ടിക് സർജറി ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് മലബാർ ക്യാൻസർ സെൻ്ററിലൊക്കെ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മളിപ്പോൾ രോഗിയോട് പറയുമ്പോൾ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോട് പറയുമ്പോൾ ഇവർക്ക് എല്ലാ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൊക്കെ ഈ നടന്നു പോകുന്ന റോബോട്ടും സിനിമകളിൽ കാണുന്ന റോബോട്ടും അതൊക്കെ അങ്ങനെയൊക്കെയുള്ള റോബോട്ടുകളെ പറ്റിയാണ്. അത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന റോബോട്ട്. പക്ഷേ മെഡിക്കലിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ റോബോട്ടിക്സ് എപ്പോഴും നമ്മളുടെ തീരുമാനങ്ങളും നമ്മൾ പറയുന്ന ഓർഡറും അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും അടിമ റോബോട്ടുകളാണ്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. അതെ, ഹ്യൂമൻ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജൻ്റെ കഴിവ് കേട് കണ്ടെത്തുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. കഴിവുകളെ 10 മടങ്ങ് എക്സാജറേറ്റ് ചെയ്തിട്ട് ഇതിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൈ ഇങ്ങനെ നീങ്ങുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ റോബോട്ടിൻ്റെ കൈ ഇവിടെ നീങ്ങി നമ്മളെ കൈ താഴോട്ടേക്ക് ഇറക്കി വീണ്ടും നമ്മളാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ പൊസിഷനിൽ നിന്നാണ് റോബോട്ടിൻ്റെ കൈ മേലോട്ടേക്ക് നീങ്ങുക. അപ്പോൾ 360 മൂവ്മെൻറ്റ് റോബോട്ടിനുണ്ടാവും. എവിടെ വേണമെങ്കിലും നമുക്ക് റോബോട്ടിൻ്റെ ഹാൻഡ് അവിടെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. ഏത് ഹെർണിയും നമ്മൾ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഹെർണിയെ പോലും നമുക്ക് റോബോട്ടിൻ്റെ സഹായത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഏറ്റവും മികച്ച സർജറി റോബോട്ടിക് സർജറിയാണ്. ഏറ്റവും മികച്ച സർജറി റോബോട്ടിക് സർജറി തന്നെയാണ്. റോബോട്ടിൻ്റെ ഇനി അഡ്വാൻസ് സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 3D വിഷൻ. നമ്മൾ 2D വിഷൻ അല്ല, 3D വിഷനാണ്. നമുക്ക് 10 ടൈംസ് മാഗ്നിഫിക്കേഷൻ. നമുക്ക് രക്തക്കൊഴലുകൾ പോലും നമുക്ക് സാധാരണ നമ്മൾ പുറത്തുനിന്ന് ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈക്രോസ്കോപ്പ്, നമ്മളെ ലൂപ്പ് എന്ന് പറയാം, അത് നമ്മളെ ശരീരത്തിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ രക്തക്കൊഴലുകൾ അനാസ്റ്റമോസ് ചെയ്യുക. റോബോട്ട് സർജറിയിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അത് മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നുണ്ടാവുക. പിന്നെ നമ്മൾ രോഗീനെ അടുത്ത് നിൽക്കണ്ട, രോഗീൻ്റെ കുറച്ച് ഇപ്പുറത്ത് കൺസോളിൽ ഇരുന്നിട്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു ക്ഷീണം എന്ന് പറയുന്നത് റോബോട്ടിക് സർജറിയും ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതിനൊരു എന്തൊക്കെ ചെയ്യും ഇത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ പറ്റും, എന്തൊക്കെ ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമേ റോബോട്ടിക് സർജറിയിലായി കഴിഞ്ഞാലും അപകടങ്ങൾ സംഭവിക്കുള്ളൂ. അതിൻ്റെ സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ആകെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതിനൊക്കെ അത് വളരെ പ്രോഗ്രാമഡാണ്. ഹ്യൂമൻ ബോഡിയിൽ ഉപയോഗിക്കുന്ന റോബോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വിലയും നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും ഒരുപാട് അധികം. അപ്പോൾ ഈ സാധാരണ സർജറിയേക്കാളും 10 മടങ്ങ് റോബോട്ടിക് സർജറിക്ക് വില കൂടുതലാണ്. അവിടെയാണ് നമ്മളെ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ റോബോട്ടിക് സർജറി സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയും, ഉറപ്പായി ചെയ്യാൻ പറ്റും. അതാണ് ആ കൃത്യത. നമുക്ക് എന്തിനു നമ്മളൊരു മനുഷ്യനെ നിഷേധിക്കണം? ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് നിഷേധിക്കാൻ പറ്റുമോ? ആധുനിക ചികിത്സ ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കപ്പെടരുത്. ഇൻഷുറൻസ് കമ്പനിക്കാർ, ചില ഇൻഷുറൻസ് കമ്പനിക്കാർ, ഇത് ഇൻഷുറൻസ് കമ്പനിക്കാർ പറയണതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഏജൻറ്റുമാർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് നമ്മളോട് പറയുന്ന ആക്കാം. ഇതിൽ ആരാണ് ഇതിനകത്ത് പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാണ് ഈ വെരിക്കോസ് വെയിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഹെർണിയക്ക് നിങ്ങൾ റോബോട്ടിക് ചെയ്യുന്നത്? നിങ്ങൾക്ക് കീ ഹോൾ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ആളോട് നമുക്ക് എന്താ പറയാൻ പറ്റുമോ? ഒരു രോഗിക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് നിങ്ങൾ റോബോട്ടിക് ചെയ്യണമെങ്കിൽ ഓപ്പൺ സർജറി ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുക. എല്ലാ കുട്ടി ജനിച്ച മുതൽ ഇൻഷുറൻസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. എന്നെ മാത്രമല്ല എല്ലാ ആൾക്കാരോടും ഞാൻ പറയുന്നത് അതാണ്. നമ്മളല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനോടുകൂടി നമ്മുടെ കുടുംബം എന്താ പറയുക കുളം തോണ്ടി പോകും. ഈ ലേസർ ചികിത്സകളുണ്ടല്ലോ, അത് കുറച്ചുകൂടി പെട്ടെന്ന് രോഗി സുഖം പ്രാപിക്കും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതെന്ത് ശരിയാണോ? ലേസർ എന്ന് പറയുന്നത് ശരിക്കൊരു ശബ്ദധാരാവിലേക്ക് വരുന്ന പുതിയ വാക്കായി മാറിയിട്ടുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ലേസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലേസറിൻ്റെ ലൈറ്റിൻ്റെ ഒരു വകഭേദമായിട്ടാണ് നമ്മൾ ലേസറിനെ കാണുന്നത്. പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. സയൻസിൻ്റെ പല മെത്തേഡ്സ് പല രീതിയിലും പല സ്ഥലങ്ങളിലും. അതായത് ടാർഗറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മറ്റ് സെല്ലുകളെ അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളെ കരിക്കാണ്ട് അത് മാത്രം കരിച്ചു കൊണ്ട് തരും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലേസറിൻ്റെ ഗുണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മൾ തൊലി കട്ട് ചെയ്തിട്ടുണ്ടാവും, അതിനിടയിലുള്ള മസിൽസ് കട്ട് ചെയ്തിട്ടുണ്ടാവും, രക്തക്കുഴലുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ പല രീതിയിലുണ്ടാവും. പക്ഷേ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം കിഡ്നിയിലുള്ള കല്ല് വളരെ എക്സാമ്പിളായിട്ട് പറയാൻ പോകും. അതെടുക്കണമെങ്കിൽ നമ്മൾ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാലും കീഹോൾ സർജറി ആയി കഴിഞ്ഞാലും അവിടെ പോയി നമ്മൾ അവിടെ എത്തി ഇതെല്ലാം തുറന്ന് എന്നിട്ട് നമ്മൾ എടുത്ത് പൊട്ടിക്കേണ്ടി വരും. പക്ഷേ ലേസർ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി വഴി കയറി ആ സ്ഥലത്ത് എത്തിയിട്ട് ലേസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കല്ല് പൊടിഞ്ഞങ്ങ് പോകും. സർജറിയുടെ പാട് പോലും ഉണ്ടാവില്ല. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ ഫേസിലുണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് ഫീമെയിൽസിലൊക്കെ ഉണ്ടാകുന്നത്, അപ്പോൾ അത് മെലാനിൻ എന്ന് പറയുന്ന ആ കണ്ടൻറ്റിനെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് ആ ലേസർ. അപ്പോൾ ലേസർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെലാനിൻ ഉള്ള സെൽസിനെ മുഴുവൻ അത് ഡാമേജ് ചെയ്യും, കറുപ്പ് ഇല്ലാതാക്കുക. അപ്പോൾ രക്തക്കുഴൽ ഈ പറയുന്ന രോമം വളർച്ച, അമിത രോമ വളർച്ച, ഈ പറയുന്ന രോമം ഉണ്ടാകുന്ന സംഭവം അങ്കരിഞ്ഞു പോകും. അതാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലേസർ ഈ മെലാനിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഡാർക്ക് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ ലേസർ ഹെയർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൊള്ളലും ഉണ്ടാവും. പക്ഷേ വൈറ്റ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ലേസർ പൊതുവേ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പം പല സ്ഥലത്തും ലേസർ ഉപയോഗിച്ച് തുടങ്ങി. കണ്ണിൻ്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മറ്റ് സെല്ലുകളെ അത് ദ്രോഹിക്കില്ല. അപ്പോൾ രോഗിക്ക് വേദനയോ അല്ലെങ്കിൽ ബ്ലഡ് നഷ്ടങ്ങളോ രക്തനഷ്ടമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രോഗിക്ക് വേഗം വീട്ടിൽ പോകാൻ പറ്റും. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മുറിവിലൂടെ രക്തം നഷ്ടമില്ലാണ്ട് വേഗം വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു ഓപ്പറേഷന് പൊതുവേ ഇപ്പോൾ ആൾക്കാർ ലേസർ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രോക്ടോളജി, അതായത് നമ്മളിപ്പം പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്ന് പറയുന്ന അസുഖങ്ങൾക്കെല്ലാം ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ഇനീഷ്യലി നമ്മൾ ഹെമറോയിഡ്സ്, പൈൽസിനാണ് ലേസർ ഉപയോഗിക്കുക. അപ്പോൾ ലേസർ ഈ പൈൽസ് എന്ന് പറയുന്ന രക്തക്കുഴലുകളാണ്, അതിൻ്റെ ഡാമേജ് ഉണ്ടാക്കുക, അതിനെ കുഴലുകൾ വീർത്ത് വരുമ്പോഴാണ് നമ്മൾ പൈൽസ് എന്ന് പറയുക. അപ്പോൾ ലേസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകൾ കരിഞ്ഞു പോകും. അപ്പോൾ മറ്റ് സ്ഥലങ്ങളൊന്നും മുറിക്കാണ്ടും എടുത്ത് കളയാണ്ടൊക്കെ നമുക്ക് ഈ രക്തക്കുഴലുകൾ മാത്രം കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലേസർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഷ്യൻറ്റിന് എന്താ രോഗം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, അന്ന് തന്നെ വീട്ടിൽ പോവാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ റേറ്റ് കൂടി തുടങ്ങി. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വന്നു തുടങ്ങിയത്. ഇപ്പം വേരിക്കോസ് വെയിൻ ലേസർ വെച്ചിട്ട് നമുക്ക് കരിക്കാൻ പറ്റും. പക്ഷേ ഇത് കരിക്കുമ്പം നല്ല വേദന ഉണ്ടാവും, ഭയങ്കര ചൂടുണ്ടാവും. അവിടെ 1500 ഡിഗ്രി സെൽഷ്യസിലാണ് ലേസർ ഫൈബർ കത്തുക. അപ്പോൾ ചൂടാക്കിയിട്ട് അപ്പം പ്രോക്ടോളജിയിൽ ഉപയോഗിക്കുന്നതായി കഴിഞ്ഞാലും വേരിക്കോസ് വെയിനിൽ ഉപയോഗിക്കുന്നതായി കഴിഞ്ഞാലും അതൊരു ഹീറ്റിംഗ് ആയിട്ടുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ ഇൻഫ്രാറെഡ് റേസിൻ്റെ ആ ഗ്രൂപ്പിൽ പെടുന്ന ലൈറ്റാണ്. അത് ചൂടാണ്, ഇൻഫ്രാറെഡ് ചൂടാണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ചൂട് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അവിടെ തരിപ്പിക്കേണ്ടി വരും, അനസ്തീഷ്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ലേസറിൻ്റെ ചില വകഭേദങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഈ വേദന സംഹാരി വേദന കുറഞ്ഞ സർജറി ആയിട്ട് മാറുന്നില്ല. പക്ഷേ മെയിൻ സ്ട്രീമിൽ ഇപ്പം കിഡ്നിയിലുള്ള കല്ല് കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്നെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഹെയർ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്മെറ്റിക്
സംഭവം അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ പിഗ്മെൻറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടാറ്റു ചെയ്ത സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിലും ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ലേസർ എപ്പോഴും ഒരു നല്ല ഏറ്റവും സയൻസിൻ്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് നമ്മൾ മെഡിക്കൽ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം, ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ലേസർ ഉപയോഗിക്കുക എന്നുള്ള രീതി അത് നമ്മൾ കുറച്ച് കുറക്കണം. എക്സസൈസിൻ്റെ ഒരു ആവശ്യകത കൊണ്ട് പറഞ്ഞ് നമുക്ക് നിർത്താം. എക്സസൈസ് നമ്മളെ ശരീരത്തിൽ ഇത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചു, അതിൻ്റെ അടിയിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്, മുകളിലൂടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ താഴേന്ന് വെള്ളം പോകുന്നതിന് കണക്കാക്കിയിട്ട് നമ്മൾ മുകളിലൂടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരു ലെവലിൽ നിൽക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ നിന്ന് വെള്ളം വരുന്നു എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ കണക്കൂട്ടും. അപ്പോൾ താഴെയുടെ വെള്ളം പോകുന്നത് നമ്മൾ എനർജി എക്സ്പെൻഡിച്ചറായി കണക്കൂട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പായിട്ട് ഈ വെള്ളത്തെ അല്ലെങ്കിൽ കൊഴുപ്പിനെ നമ്മൾ വെള്ളമായി കണക്കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് മെയിൻലി ഫാറ്റ് ഫുഡ് മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്സ് ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ തടി കൂട്ടുന്നത്. ചോറ്, ഗോതമ്പ്, കപ്പ, പഞ്ചസാര, പിന്നെ ഈ എന്ന് പറയുന്നത് മൈദേനുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇങ്ങനെ പല സാധനങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ തടി കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ടാവും. അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആകുമ്പോഴാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ തടി കൂടുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന രീതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തടി കൂടാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് 7 കിലോ കാലറി, അതായത് വളരെ കുറവാണ്. ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവില്ലേ, ഒരു ബിസ്ക്കറ്റിന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ 70 കിലോ കാലറി വരും. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് അധികം കഴിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ തൊലിൻ്റെ അടിയിലൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. പിന്നെ അതിന് സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ നമ്മുടെ മസിൽസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ നമ്മുടെ പാങ്ക്രിയാസ് ഗ്രന്ഥിയിലോ നമ്മുടെ ലിവറിൽ, നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ, കിഡ്നീൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളും ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഓരോ ദിവസവും ഈ ഉറുമ്പ് ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ടാവും. ജീവിതത്തിൻ്റെ ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം പ്രശ്നങ്ങൾ തുടങ്ങുക. ഫാറ്റി ലിവർ വരുന്നു, ലിവർ സിറോസിസ് വരുന്നു, നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് വരുന്നു, കിഡ്നി രക്തക്കുഴലിൽ പോയി കിഡ്നി ഫെയിലിയർ ആകുന്നു, രക്തക്കുഴൽ കാലിലേക്കുള്ള രക്തക്കുഴൽ, തലയിലേക്കുള്ള രക്തക്കുഴൽ, ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴൽ, ഇതൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ ഓരോന്ന് സ്ട്രോക്ക്, ഹൃദയാഘാതം, പിന്നെ POVD എന്ന് പറയില്ലേ, വാസ്കുലർ ഡിസീസ് കാലിൻ്റെയൊക്കെ, ഇങ്ങനെ ഓരോന്ന് പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ്, ഇങ്ങനെ പല രീതിയിലും ഈ രോഗാവസ്ഥ നമ്മളെ പിന്നെ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മളെ ഈ എക്സസൈസ് ഒരു ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാർഡിയാക് എക്സസൈസ് ഉണ്ട്. മറ്റേത് നമ്മൾ മെറ്റബോളിക് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള എക്സസൈസും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ക്വാളിറ്റി, അതായത് ഹെൽത്തി കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അത് നമ്മളെന്തായാലും ഒരു ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ അതിന് വേണ്ടി ചിലവഴിക്കണം എന്തായാലും. അങ്ങനെയാണെങ്കിൽ കുറേ രോഗങ്ങൾ ഇല്ലാതാകും. കുറേ രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാൻ പറ്റും. ഇല്ലാണ്ടാക്കും. രോഗം വന്നിട്ടാകുമ്പോൾ ചികിത്സയെക്കാട്ടും നല്ലത് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നല്ലത്. എന്തായാലും റോബോട്ടിക് സർജറിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും ഡോക്ടറുമായി മറ്റൊരു വിഷയവുമായി മറ്റൊരു അവസരത്തിൽ ചേരാം. നമസ്കാരം.